രാജ്യത്തെയാകെ നടുക്കിയതാണ് ബംഗ്ലാദേശ് എം പി അൻവറുൽ അസീം അനാറിന്റെ കൊലപാതകം. അസീം അനാറിനെ ഹണി ട്രാപ്പിൽ കുരുക്കി കൊൽക്കത്തയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം. തുടർന്ന് കശാപ്പുകാരന്റെ സഹായത്തോടെ മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ചു. ഈ കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തി. കൊലപാതകം നടന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് 4 കിലോയോളം മനുഷ്യമാംസം കണ്ടെത്തിയത്. ഇത് അസീം അനാറിൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ചികിത്സയ്ക്കെന്ന പേരിലാണ് മെയ് 12-ന് അസീം അനാർ കൊൽക്കത്തയിൽ എത്തുന്നത്. പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമില്ലെന്ന് കാണിച്ച് മെയ് 18-ന് കൊൽക്കത്ത പോലീസിന് പരാതി ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. മെയ് 13-ന് ന്യൂ ടൗണിലെ ആഡംബര അപ്പാർട്ട്മെന്റിലേക്ക് MBA ബംഗ്ലാദേശ് യുവതിയായ ഷിലാസ്തി റഹ്മാൻ പ്രലോഭിപ്പിച്ച് എത്തിക്കുകയും പ്രതികൾ 15 മിനിറ്റിനുള്ളിൽ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൊലപ്പെടുത്തിയതിനു ശേഷം അസീം അനീറിന്റെ തൊലി നീക്കുകയും മൃതദേഹം വെട്ടിനുറുക്കുകയും ചെയ്തുവെന്നായിരുന്നു പ്രതികളുടെ മൊഴി. കൊല നടത്തിയ ശേഷം ഫ്ളാറ്റിലെ ശൗചാലയത്തിലൂടെ ഒഴുക്കിക്കളഞ്ഞ മൃതദേഹ അവശിഷ്ടങ്ങളാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെടുത്തതെന്നാണ് പോലീസ് കരുതുന്നത്. ഫ്ളാറ്റിന് സമീപത്തെ കനാലിലും തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളും അസീം അനാറിന്റെ കുടുംബാംഗങ്ങളുടെ രക്തസാമ്പിളും ശേഖരിച്ച് DNA പരിശോധന നടത്താനാണ് ധാക്ക പോലീസിന്റെ നീക്കം. കശാപ്പുകാരനും ബംഗ്ലാദേശ് സ്വദേശിയുമായ ജിഹാദ് ഹവൽദാറിനെ കൊൽക്കത്ത പോലീസിന്റെ CID സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഷിലാസ്തി റഹ്മാൻ, അമാനുള്ള അമാൻ, ഫൈസൽ അലി എന്നിവരാണ് ബംഗ്ലാദേശിൽ പിടിയിലായിട്ടുള്ളത്. അസീം അനാറിന്റെ സുഹൃത്തായ അക്തർ ഉസ്മാൻ ആണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനായി ഷിലാസ്തി റഹ്മാനെ ഉപയോഗിച്ച് അസീം അനാറിനെ ഹണിട്രാപ്പിൽ കുരുക്കി കൊൽക്കത്തയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. മുമ്പ് 2 തവണ പ്രതികൾ അസീമിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ വർഷം ജനുവരി മെയ് കാലയളവിൽ 3 തവണയാണ് അസീം അനാർ ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിൽ എത്തിയിരുന്നത്. ഈ 3 തവണയും പ്രതികൾ MBA പിന്തുടർന്നിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. 3-ാം തവണയാണ് പ്രതികൾ കൃത്യം നടപ്പാക്കിയത്. ന്യൂസ് ഡെസ്ക്, News 18.